നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഇന്റർനാഷണൽ ഹാൻഡ്ബോളറാണ്. ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി നോക്കുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തലവച്ചപുരം NMK നിയമസഭയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ജോലി ലഭിച്ച ആളാണ് ശ്രീ ശിവപ്രസാദ്. അനു രാഘവൻ, ഇന്ത്യയുടെ അഭിമാനമായ കായിക താരം, ഇന്ത്യൻ ഇന്റർനാഷണൽ അത്ലറ്റ്, ബ്രോൺസ് മെഡലിസ്റ്റ് ഇൻ 400 മീറ്റർ ഹർഡിൽ ഇൻ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ്. അനുവിന് കൈമാറും. അനു അത് നമ്മുടെ പ്രിയങ്കരായ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ IM വിജയൻ, ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ, അവർക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഈ ദീപശിഖ തെളിയിക്കുക. Anu, along with Durgapriya and Deep, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവർകൾ, ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ, ഇന്ന് മുതൽ 28-ാം തീയതി വരെ കെടാതെ സൂക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇതാ ഈ ദീപശിഖ തെളിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V. ശിവൻകുട്ടി അവരുടെ നേതൃത്വത്തിൽ ശ്രീ IM വിജയൻ. ഇന്ന് മുതൽ അടുത്ത 28-ാം തീയതി വരെ അനന്തപുരിയുടെ നിറഞ്ഞ കരഘോഷത്തോടുകൂടി ഇതാ മത്സരങ്ങൾക്ക് ആരംഭമാകുന്നു. ഇനി ഉദ്ഘാടന ചടങ്ങുകളിലേക്കാണ്. ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി പ്രതിജ്ഞ എടുക്കുന്ന ചടങ്ങാണ് അടുത്തത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ശ്രീ IM വിജയനും തിരിച്ചു വേദിയിലേക്ക് എത്തിച്ചേരുക. We will take the oath. അവിടെ അസംബ്ലി ചെയ്ത് നിൽക്കുന്ന മുഴുവൻ കായിക താരങ്ങളും അറ്റൻഷനിൽ നിൽക്കുക. That is Adina Mariam Johnson, junior Indian basketball team member, will now take the oath on behalf of all the participants. In the name of all competitors, I promise that we shall take part in these 67th Kerala State School Tiger Mela, respecting and abiding by the rules which govern them, committing ourselves to a sport without doping and without drugs, in the true spirit of sportsmanship, for the glory of sport and the honor of our teams. That is Adina Mariam Johnson, who took the oath on behalf of all the participants, the junior Indian basketball team member. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.